പുണ്യങ്ങൾ ഏറെ നിറഞ്ഞ ബറാഅത്ത് രാവ് നമ്മളിൽ നിന്നും വിട പറഞ്ഞു. എൻ്റെ സഹോദരന്മാരിൽപ്പെട്ട ഒരു വിഭാഗം ആളുകൾക്ക് അവർ ചെയ്ത ഒരു ഇബാദത്തും അള്ളാഹു സ്വീകരിച്ചിട്ടില്ല. 3 യാസീനുകൾ നമ്മൾ ഓതിയവരാണ്, ഒരുപാട് കണ്ട് തസ്ബീഹുകളും തക്ബീറുകളും ചൊല്ലിയവരാണ്, ഒരുപാട് സുന്നത്ത് നിസ്കരിച്ചവരാണ്. ആ സുന്നത്ത് നിസ്കാരവും നമ്മൾ ചെയ്ത ആ മുഴുവൻ ഇബാദത്തുകളും ഒന്നും അള്ളാഹു സ്വീകരിച്ചിട്ടില്ല, ഉറപ്പാണ്. ആരുടേതാണ്? അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അൽഹംദുലില്ലാഹി വഖഫാ വസലാമുൻ അലാ ഇബാദിഹിൽ ലദീന ഇസ്തഫാ. അമ്മാ ബഅദ്. ഏറ്റവും സ്നേഹ ബഹുമാനം നിറഞ്ഞ മുഅ്മിനീങ്ങളെ, പവിത്രമായ പരിശുദ്ധമായ പരിപാവനമായ പുണ്യങ്ങൾ ഏറെ നിറഞ്ഞ ബറാഅത്ത് രാവ് നമ്മളിൽ നിന്നും വിട പറഞ്ഞു. നമ്മളെല്ലാവരും ഒരുപാട് ഇബാദത്തുകൾ ചെയ്തു, ഒരുപാട് ഖുർആൻ ഓതി, ഒരുപാട് തസ്ബീഹുകളും തക്ബീറുകളും പറഞ്ഞു. എന്നാൽ എൻ്റെ സഹോദരന്മാരിൽപ്പെട്ട ഒരു വിഭാഗം ആളുകൾക്ക് അവർ ചെയ്ത ഒരു ഇബാദത്തും അള്ളാഹു സ്വീകരിച്ചിട്ടില്ല. 3 യാസീനുകൾ നമ്മൾ ഓതിയവരാണ്, ഒരുപാട് കണ്ട് തസ്ബീഹുകളും തക്ബീറുകളും ചൊല്ലിയവരാണ്, ഒരുപാട് സുന്നത്ത് നിസ്കരിച്ചവരാണ്. ആ സുന്നത്ത് നിസ്കാരവും നമ്മൾ ചെയ്ത ആ മുഴുവൻ ഇബാദത്തുകളും ഒന്നും അള്ളാഹു സ്വീകരിച്ചിട്ടില്ല, ഉറപ്പാണ്. ആരുടേതാണ്? 5 സ്വഭാവങ്ങളുള്ള ആളുകൾ. അവർ ആ സ്വഭാവം മാറ്റാൻ ഇനിയും തയ്യാറല്ല എങ്കിൽ ഇനി കടന്നു വരാനിരിക്കുന്ന പവിത്രമായ റമളാനും അവർക്ക് നഷ്ടമാകുന്നതാണ്. ബറാഅത്ത് എങ്ങനെയാണോ ഇവർക്ക് നഷ്ടമായത്, അതേ രൂപത്തിൽ തന്നെ ഇനി വരാനിരിക്കുന്ന റമളാനും ആ റമളാനിന്റെ പരിപാവനമായ ലൈലത്തുൽ ഖദ്റും അവർക്ക് തീർച്ചയായും നഷ്ടപ്പെടും. 5 വിഭാഗം ആളുകൾ, 5 വിഭാഗം ആളുകളുടെ ആ സ്വഭാവങ്ങൾ അവർ മാറ്റാൻ ഇനിയും തയ്യാറല്ല എങ്കിൽ ഒന്നുകൂടി പറയട്ടെ, അവരുടെ ജീവിതത്തിൽ വലിയ നഷ്ടമാണ് സംഭവിക്കുക. ആരൊക്കെയാണവർ? വിശദമായിട്ട് പറഞ്ഞു തരാം. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസിൽ കാണുവാൻ സാധിക്കും. 1-ാമത്തെ വിഭാഗം അവർ ലഹരി ഉപയോഗിക്കുന്ന ആളുകളാണ്. ലഹരി ഉപയോഗിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ പള്ളിയിലേക്ക് ബറാഅത്ത് രാവിൻ്റെ അന്ന് പള്ളിയിലേക്ക് കടന്നു വന്നു, എന്നിട്ട് ഒരുപാട് നിസ്കരിച്ചു, ഒരുപാട് ഖുർആൻ ഓതി, ഒരുപാട് തൗബ ചെയ്തു. എന്നിട്ട് ആ രാത്രിയോ അല്ലെങ്കിൽ പിറ്റേ ദിവസമോ അവർ എന്താണോ ചെയ്തുകൊണ്ടിരുന്നത് ആ ലഹരി ഉപയോഗം വീണ്ടും തുടങ്ങുകയാണെങ്കിൽ അവർ ആ ബറാഅത്ത് രാവിൽ ചെയ്തിട്ടുള്ള ഒരു ഇബാദത്തും അല്ലാഹു തആല സ്വീകരിക്കുകയില്ല. ലഹരി ഉപയോഗം, ലഹരി എന്ന് കേൾക്കുമ്പോൾ അത് മദ്യപാനം മാത്രമല്ല. ഇന്ന് നമ്മളുടെ യുവാക്കളുടെയും യുവതികളുടെയും എന്ന് തന്നെ പറയണം, ഇന്ന് യുവാക്കൾ മാത്രമല്ല യുവതികളും അഡിക്റ്റാണ്. ഇന്ന് ഒരുപാട് തരത്തിൽ നമ്മുടെ നാടുകളിൽ സുലഭമായി ലഭിക്കുന്ന കഞ്ചാവ് പോലത്തെ, അതുപോലെ തന്നെ ലഹരി വസ്തുക്കൾ, അത് സ്റ്റാമ്പിൻ്റെ രൂപത്തിലും തുള്ളിമരുന്നിൻ്റെ രൂപത്തിലേക്ക് നമുക്ക് ലഭ്യമാകും. അതെങ്ങാനും നമ്മൾ വായിലേക്ക് ഇറ്റിച്ചാൽ അല്ലെങ്കിൽ നമ്മുടെ നാവിൽ അതൊന്ന് ചേർത്ത് വെച്ചാൽ മണിക്കൂറുകളോളം ആ ലഹരിയിൽ തന്നെ ആസ്വദിക്കാൻ പറ്റുമെന്ന് ഇന്ന് പഠനങ്ങൾ പറയുകയാണ്. അങ്ങനെ ലഹരി ഉപയോഗിക്കുന്ന ഒരു വിഭാഗം, ആ വിഭാഗത്തിൻ്റെ നിസ്കാരമോ നോമ്പോ ഒന്നും അല്ലാഹു തആല സ്വീകരിക്കില്ല. പ്രത്യേകിച്ച് ബറാഅത്ത് രാവിൻ്റെ അന്ന് അവർ എത്ര കണ്ട് നിസ്കരിച്ചാലും എത്ര കണ്ട് നോമ്പ് പിടിച്ചാലും അല്ലാഹുവിന് ആ നോമ്പും ആ നിസ്കാരവും വേണ്ട. കാരണം എന്താ? അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ ശക്തമായി എതിർത്തിട്ടുള്ള, ശക്തമായി നിരോധിച്ചിട്ടുള്ള വസ്തുവാണ് ലഹരി ഉപയോഗം എന്നുള്ളത്. അത് ഉപേക്ഷിക്കാതെ, അത് പൂർണ്ണമായും ഉപേക്ഷിക്കാതെ എത്ര കണ്ട് നിസ്കരിച്ചാലും എത്ര കണ്ട് നോമ്പ് പിടിച്ചാലും, അത് ബറാഅത്ത് രാവിലാവട്ടെ, അത് പരിശുദ്ധമായ റമളാനിലെ പവിത്രമായ ലൈലത്തുൽ ഖദ്റിന്റെ ആ രാത്രിയിലാവട്ടെ, അള്ളാഹു നമ്മുടെ ഇബാദത്ത് സ്വീകരിക്കില്ല. അങ്ങനെ സ്വീകരിക്കണമെങ്കിൽ പൂർണ്ണമായും ഈ ലഹരി ഉപയോഗം അത് മാറ്റിവെക്കേണ്ടതാണ്. ഒന്നുകിൽ നമ്മളുടെ കുടുംബത്തിൽ ആരെങ്കിലും ഒരാളെങ്കിലും ഈ ഒരു സ്വഭാവത്തിന്, ലഹരിയുമായിട്ടുള്ള സ്വഭാവത്തിന് അടിമപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവരെ നമ്മൾ ഉണർത്തലും നമ്മുടെ ബാധ്യതയാണ്. അപ്പോൾ നമ്മുടെ ഇബാദത്തുകൾ അല്ലാഹു തആല സ്വീകരിക്കണമെങ്കിൽ നമ്മൾ ഈ സ്വഭാവം മാറ്റിവെക്കുക. നമ്മൾ ലഹരിക്ക് അടിമകളാണെങ്കിൽ, മദ്യപാനമോ അല്ലെങ്കിൽ അതുപോലത്തെ ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നവരാണെങ്കിൽ നമ്മൾ അത് മാറ്റുക. ആരെങ്കിലും നമ്മുടെ കുടുംബത്തിലോ നമ്മുടെ കൂട്ടുകാരിലോ നമ്മുടെ അയൽവാസികളിലോ അങ്ങനെ ആരെങ്കിലും ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അവരോട് പോയി പ്രത്യേകം പറയുക, നിങ്ങൾ എത്ര കണ്ട് നിസ്കരിച്ചാലും അല്ലാഹു ആ നിസ്കാരം സ്വീകരിക്കില്ല ഈ സ്വഭാവം മാറ്റാതെ.
അതുകൊണ്ട് നബി തങ്ങൾ പറഞ്ഞ ഒന്നാമത്തെ വിഭാഗം ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നവരാണ്. രണ്ടാമത്തെ വിഭാഗം ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത് ആഖുൽ വാലിദൈൻ, മാതാപിതാക്കളെ അനുസരിക്കാത്തവർ, മാതാപിതാക്കളുടെ കോപം വാങ്ങിച്ചവർ, മാതാപിതാക്കളോട് അനുസരണക്കേടും അവരോട് വഴക്കും വക്കാണവും വെക്കുന്ന ആളുകൾ, അവരുടെ ഒരു ഇബാദത്തും അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കില്ലെന്നാണ്. ഉമ്മയുടെയും വാപ്പയുടെയും പൊരുത്തമില്ലാതെ, മാതാപിതാക്കളുടെ പൊരുത്തമില്ലാതെ എത്ര കണ്ട് നമ്മൾ നിസ്കരിച്ചാലും അള്ളാഹുവിന് ആ നിസ്കാരം വേണ്ടെന്നാണ്. ആ വാപ്പയോട് ഉമ്മയോട് നമ്മൾ പിണങ്ങിയിട്ടുണ്ടെങ്കിൽ അവരോട് എനിക്കൊന്ന് പൊരുത്തപ്പെട്ട് തരണം എന്നൊന്നും പറയേണ്ട കാര്യമില്ലല്ലോ. ഉമ്മ നിസ്കരിക്കുമ്പോൾ അല്ലെങ്കിൽ ഉമ്മ അടുക്കളയിൽ ജോലി ചെയ്യുമ്പോൾ ആ അരികത്ത് പോയി നിന്നാൽ മതി. വാപ്പ കസേരയിൽ ഇരിക്കുമ്പോൾ വാപ്പയുടെ കാൽപാദത്തിൻ്റെ അവിടെ പോയി വെറുതെ ഇരുന്നാൽ മതി. അപ്പൊ തന്നെ ചോദിക്കും, നീ ഭക്ഷണം കഴിച്ചോ, അല്ലെങ്കിൽ ഇന്ന് ജോലിക്ക് പോകുന്നില്ലേ? ആ വാക്ക് തന്നെ എല്ലാ വിധത്തിലുള്ള പൊരുത്തക്കേടുകളും പൊരുത്തപ്പെട്ടു തന്നു എന്നതാണ് അതിൻ്റെ അർത്ഥം. അതുകൊണ്ട് ഉമ്മയോടും വാപ്പയോടും പിണങ്ങിയ ആളുകളുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അവരോട് കയർത്ത് സംസാരിച്ചവരുണ്ടെങ്കിൽ പോയി പൊരുത്തം ചോദിക്കുക. അങ്ങനെ പൊരുത്തം ചോദിച്ചാൽ മാത്രമേ ഇനി വരാനിരിക്കുന്ന റമളാനും ആ റമളാനിന്റെ പരിപാവനമായ ലൈലത്തുൽ ഖദറും അവർക്ക് തീർച്ചയായും നഷ്ടപ്പെടാതിരിക്കുകയുള്ളൂ. നമ്മൾ ചെയ്യുന്ന ഒരു സുബ്ഹാനല്ലാഹയാണെങ്കിൽ ആ സുബ്ഹാനല്ലാഹ് പോലും അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കണമെങ്കിൽ ഈ രണ്ട് സ്വഭാവങ്ങളിൽ ഒന്നും നമുക്കുണ്ടാവാൻ പാടില്ല. ഒന്നാമത്തേത് ലഹരിയാണ്, രണ്ടാമത്തേത് മാതാപിതാക്കളെ ഉപദ്രവിക്കലാണ്. ഈ രണ്ട് സ്വഭാവം നമുക്കുണ്ടോ? മാതാപിതാക്കളോട് അനുസരണക്കേട് കാണിച്ചവരാണോ? ഈ സ്വഭാവം നമ്മൾ മാറ്റുക. എന്നാലേ നമ്മുടെ ബറാഅത്തുമായി ബന്ധപ്പെട്ട അല്ല സകല ഇബാദത്തുകളും അല്ലാഹു സ്വീകരിക്കണമെങ്കിൽ ഈ സ്വഭാവം നമ്മൾ നന്നാക്കേണ്ടതുണ്ട്. ഇനിയോ മൂന്നാമതായി ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, വ്യഭിചാരത്തെ നിങ്ങൾ സൂക്ഷിക്കണേ, സിനയെ നിങ്ങൾ സൂക്ഷിക്കണേ. സിന എന്ന് പറഞ്ഞാൽ അത് കണ്ണുകൊണ്ടുള്ള സിനയുണ്ട്, ചെവി കൊണ്ടുള്ള സിനയുണ്ട്, അതുപോലെ വായ കൊണ്ട് പറയുന്നത്, അതുപോലെ കൈകൾ കൊണ്ട് ചെയ്യുന്നത്, കാലുകൾ കൊണ്ട് ചെയ്യുന്നത്, മോശത്തരത്തിലേക്ക് നോക്കുന്നതും മോശത്തരം കേൾക്കുന്നതും മോശത്തരം പറയുന്നതും മ്ലേച്ഛതയെ പിടിക്കുന്നതും മ്ലേച്ഛതയിലേക്ക് നടന്നു പോകുന്നതും എല്ലാം വ്യഭിചാരമാണ്. ഓരോ അവയവത്തിൻ്റെയും വ്യഭിചാരത്തെ തൊട്ട് നിങ്ങൾ സൂക്ഷിക്കണേ എന്ന് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് താക്കീത് നൽകിയിട്ടുണ്ട്. ആ സ്വഭാവം ഉണ്ടെങ്കിൽ അത് മാറ്റിവെച്ചാൽ മാത്രമേ, അത് പൂർണ്ണമായും നിർത്തിയാൽ മാത്രമേ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ ചെയ്യുന്ന അമലുകൾ സ്വീകരിക്കുകയുള്ളൂ. ഇത് മൂന്നാമത്തെ സ്വഭാവമാണ്. ഇനി നാലാമത്തെ സ്വഭാവം, നാലാമത്തേത് പരസ്പരം പിണങ്ങിക്കഴിയുന്ന സഹോദരന്മാർ. വാപ്പയോട് ഉമ്മയോട് പിണങ്ങി കഴിയുന്ന മക്കളുണ്ടാവും, അല്ലെങ്കിൽ മക്കളോട് പിണങ്ങിയ മാതാപിതാക്കൾ ഉണ്ടാകും, ഭാര്യ ഭർത്താവ്, ഭർത്താവ് ഭാര്യയോട്, സഹോദരി സഹോദരന്മാർ തമ്മിൽ, ജ്യേഷ്ഠനും അനുജന്മാരും തമ്മിൽ, അതുപോലെ അയൽവാസികൾ തമ്മിൽ, കുടുംബക്കാർ തമ്മിൽ, കൂട്ടുകാർ തമ്മിൽ, ആരോട് പിണങ്ങിയിട്ടുണ്ടോ ആ പിണക്കം തീർക്കാതെ നിങ്ങൾ ബറാഅത്ത് രാവിൽ എത്ര കണ്ട് നിസ്കരിച്ചാലും ആ നിസ്കാരമൊന്നും അല്ലാഹു സ്വീകരിക്കുകയില്ല. രണ്ട് സഹോദരന്മാർ തമ്മിൽ പിണങ്ങി, അങ്ങനെ പിണങ്ങിയിട്ട് ആരാണോ ആദ്യം പോയി സലാം പറയുന്നത് അവർക്ക് സ്വർഗത്തിലൊരു കൊട്ടാരമുണ്ടെന്ന് ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് പറഞ്ഞു തരുകയാണ്. അതുകൊണ്ട് നമ്മൾ ആരോടെങ്കിലും പിണങ്ങിയിട്ടുണ്ടെങ്കിൽ അങ്ങോട്ട് ചെന്ന് സലാം പറഞ്ഞ ആ പിണക്കമൊക്കെ ഒന്ന് തീർക്കണം. നമ്മളിപ്പോൾ പിണങ്ങിയിട്ട് എന്ത് ലാഭമാണ് നമുക്ക് കിട്ടുക? നമുക്കെന്ത് ലാഭമാണ് കിട്ടുക? അവനോട് നമ്മൾ ഇണങ്ങുകയാണെങ്കിൽ നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ ഒരു നിസ്കാരം അല്ലെങ്കിൽ നമുക്ക് വേണ്ടിയുള്ള ഒരു ദുആയാണ് കിട്ടുക. പിണങ്ങിക്കഴിഞ്ഞാൽ എന്ത് നേട്ടമാണ് നമുക്കുണ്ടാവുക? വർഷങ്ങളായിട്ട് സംസാരിക്കാത്ത സഹോദരന്മാരെനിക്കറിയാം, ജ്യേഷ്ഠനും അനുജനുമാണ്, വർഷങ്ങളായി മിണ്ടുന്നില്ല. പണ്ട് കാലത്ത് എന്തോ ചെറിയൊരു സ്ഥലത്തിൻ്റെ വിഷയവുമായി ബന്ധപ്പെട്ടു, ഒരു 1/2 സെന്റ് ഭൂമിയുമായി ബന്ധപ്പെട്ട് എന്തോ ചെറിയൊരു പ്രശ്നമുണ്ടായതിൻ്റെ പേരിൽ 19 വയസ്സായിട്ടും മിണ്ടാതിരിക്കുന്ന ജ്യേഷ്ഠനെയും അനുജനെയും എനിക്കറിയാം. നമ്മൾ അതുമായി ബന്ധപ്പെട്ട് അവരോട് സംസാരിച്ചാൽ അവർ പറയുക, ഉസ്താദ് ഇതുമായിട്ട് ഞങ്ങളുടെ അടുത്തേക്ക് വരണ്ട, എൻ്റെ അടുത്തേക്ക് വരണ്ട. ഇക്കാക്കയോട് മിണ്ടാനാണെങ്കിൽ ഉസ്താദ് ഇങ്ങോട്ട് വരണ്ട, അല്ലെങ്കിൽ അനുജനോട് മിണ്ടാൻ പറയാനാണെങ്കിൽ ഉസ്താദ് ഇങ്ങോട്ട് വരണ്ട. ആ രീതിയിൽ എന്തോ വലിയ ശത്രുതയാണ് അവരുടെ മനസ്സിൽ. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, പരസ്പരം പിണങ്ങി കഴിയുന്നവരെ നിങ്ങളുടെ പിണക്കം മാറ്റാതെ 3 ദിവസത്തേക്കാൾ കൂടുതൽ 2 സഹോദരന്മാർ തമ്മിൽ മിണ്ടുന്നില്ല എങ്കിൽ ആ 3-ാമത്തെ ദിവസം മുതലുള്ള ഒരു അമലും അല്ലാഹു സ്വീകരിക്കില്ല എന്ന് ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസിൽ കാണാം. അതുകൊണ്ട് 4-ാമത്തെ സ്വഭാവം എന്താണ്?
പരസ്പരം പിണങ്ങിക്കഴിയുന്നവർ ആ പിണക്കം മാറ്റാതെ എത്ര കണ്ട് നിങ്ങൾ ഇബാദത്ത് ചെയ്താലും അള്ളാഹു സ്വീകരിക്കില്ല. അഞ്ചാമത്തേത് ജ്യോത്സ്യന്മാരുടെ അടുക്കൽ പോകുന്ന ആളുകളുണ്ട്. അതുപോലെ സാഹിര്യങ്ങളുടെ സിഹിർ വെക്കുന്ന ആളുകളുടെ അടുക്കൽ പോകുന്ന ആളുകളുണ്ട്. അമ്പലത്തിലും ക്ഷേത്രത്തിലൊക്കെ പോയി ഞങ്ങളുടെ ഭാവി ഒന്ന് പറഞ്ഞു തരണം, ഞങ്ങളിലേക്ക് വരുന്ന ഈ കഷ്ടപ്പാടുകളൊക്കെ ഒന്ന് മാറാൻ ഞങ്ങളുടെ കൈ ഒന്ന് നോക്കി പറയണം, അല്ലെങ്കിൽ ഞങ്ങളുടെ ജാതകം ഒന്ന് നോക്കി പറയണം എന്നൊക്കെ പറഞ്ഞ് ജ്യോത്സ്യന്മാരുടെ അടുക്കലേക്കും, അല്ലെങ്കിൽ സിഹിർ വെക്കാൻ, അല്ലെ അയൽവാസിയുടെ വീട് ഇങ്ങനെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ അവൻ്റെ അനുഗ്രഹങ്ങൾ അള്ളാഹു അവനിക്ക് കൊടുത്ത നിഅമത്തുകൾ കണ്ട് അസൂയമൂത്ത് അതെങ്ങനെയെങ്കിലും ഒന്ന് നശിപ്പിക്കണം, ഇല്ലാതാക്കണം. അതിനെന്ത് ചെയ്യുന്നു? സിഹിർ ചെയ്യുന്ന ആളുകൾ, ആ ദുർമന്ത്രവാദികളുടെ അടുക്കൽ പോയി അവനിക്ക് വേണ്ടി സിഹിർ ചെയ്യുന്ന ആളുകൾ, അങ്ങനെയുള്ള ദുസ്വഭാവമുള്ള ആളുകളെ നിങ്ങൾ ബറാഅത്തിലാവെന്നല്ല, നിങ്ങൾ പരിശുദ്ധമായ ലൈലത്തുൽ ഖദറിൽ പോലും ദുആ ചെയ്താൽ അല്ലാഹു തആല ആ ദുആ ഒന്നും സ്വീകരിക്കില്ല. ബറാഅത്ത് എങ്ങനെയാണോ ഇവർക്ക് നഷ്ടമായത്, അതേ രൂപത്തിൽ തന്നെ ഇനി വരാനിരിക്കുന്ന റമളാനും ആ റമളാനിന്റെ പരിപാവനമായ ലൈലത്തുൽ ഖദറും അവർക്ക് തീർച്ചയായും നഷ്ടപ്പെടും. ഒരു സുബ്ഹാനല്ലാഹയാണെങ്കിൽ ആ സുബ്ഹാനല്ലാഹ് പോലും അല്ലാഹു സ്വീകരിക്കണമെങ്കിൽ ഈ 5 ദുസ്വഭാവങ്ങൾ നമ്മളിൽ ഇല്ലാതാവണം. നമ്മൾ ആ സ്വഭാവത്തിന്റെ അടിമകളാണെങ്കിൽ, ഈ പറഞ്ഞ ഏതെങ്കിലും ഒരു സ്വഭാവം ഉണ്ടെങ്കിൽ അതൊക്കെ പൂർണ്ണമായും മാറ്റിയാലേ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഇബാദത്തുകൾ സ്വീകരിക്കുകയുള്ളൂ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളോട് പറയാനുള്ളത്, നമ്മുടെ ശരീരം കൊണ്ടും നമ്മുടെ മനസ്സുകൊണ്ടും നമ്മുടെ ഹൃദയം കൊണ്ടും നമ്മുടെ ആത്മാവ് കൊണ്ടും ഒക്കെ സജ്ജമാവുക പരിശുദ്ധമായ പവിത്രമായ റമളാൻ മാസത്തെ സ്വീകരിക്കുവാനും. അതുകൊണ്ട് എൻ്റെ മുഅ്മിനീങ്ങളോട് പറയാനുള്ളത്, നമ്മൾ ചെയ്യുന്ന ഇബാദത്തുകൾ സ്വീകാര്യപ്രദമാകണമെങ്കിൽ ഒന്നുകൂടി പറയുകയാണ്, ഈ 5 സ്വഭാവങ്ങൾ നമ്മളിൽ ഉണ്ടെങ്കിൽ അത് മാറ്റണം. ഒന്നാമത്തേത് ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്ന സ്വഭാവമാണ്. രണ്ടാമത്തേത് മാതാപിതാക്കളെ ഉപദ്രവിക്കുക അല്ലെങ്കിൽ മാതാപിതാക്കളോട് മോശമായി പെരുമാറുക എന്ന സ്വഭാവമാണ്. മൂന്നാമത്തേത് വ്യഭിചാരം എന്ന സ്വഭാവമാണ്. നാലാമത്തേത് പരസ്പരം പിണങ്ങിക്കഴിയുക എന്ന സ്വഭാവമാണ്. അഞ്ചാമത്തേത് ജ്യോത്സ്യന്മാര് അല്ലെങ്കിൽ ദുർമന്ത്രവാദികളുടെ അടുക്കൽ പോകുന്ന സ്വഭാവമാണ്. ഈ 5 സ്വഭാവമുള്ള ആളുകളുടെ ഒരു ഇബാദത്തും അല്ലാഹു സ്വീകരിക്കില്ല. ബറാഅത്ത് എങ്ങനെയാണോ ഇവർക്ക് നഷ്ടമായത്, അതേ രൂപത്തിൽ തന്നെ ഇനി വരാനിരിക്കുന്ന റമളാനും ആ റമളാനിന്റെ പരിപാവനമായ ലൈലത്തുൽ ഖദറും അവർക്ക് തീർച്ചയായും നഷ്ടപ്പെടും. ഈ 5 കാര്യങ്ങൾ മാത്രമല്ല, മറ്റൊരു 6 കാര്യങ്ങൾ കൂടി ഉസ്താദ് അർഷദ് ബദ്രി വടുതല മറ്റൊരു കിതാബ് റെഫർ ചെയ്ത് പറയുകയുണ്ടായി. അതുകൂടി നമുക്കൊന്ന് കേൾക്കാം. പിന്നെയോ 6-ാമത്തേത് മറ്റുള്ളവരോട് ശത്രു, എപ്പോഴും അവനിങ്ങനെ ശത്രുതയുള്ളവർ, അതുപോലെ അയൽവാസികളോട് ശത്രുതയുള്ളവർ, അവൾക്ക് അതുണ്ട് ഇവൾക്ക് ഇതുണ്ട് എനിക്ക് മാത്രം ഇല്ലല്ലോ, അവരോടൊരു ശത്രുത. സ്ത്രീകൾക്ക് ഒരുപാട് ശത്രുത ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതുണ്ടാവാൻ പാടില്ല. കുശുമ്പുണ്ടാവാൻ പാടില്ല. കുഞ്ഞായ്മ, അസൂയ, ദേഷ്യം, ആ സ്വഭാവങ്ങളൊക്കെ മാറ്റിവെക്കണേ. 7-ാമത്തെ വിഭാഗം ആത്മഹത്യ ചെയ്തവരാണ്. അള്ളാഹുവേ, എല്ലാവർക്കും നീ പുറത്തു കൊടുക്കണേ റഹ്മാനെ. വിഷം കഴിച്ച് ആത്മഹത്യ ചെയ്തവർ, ട്രെയിനിന് തലവെച്ചവർ, തൂങ്ങി മരിച്ചവർ, നരമ്പ് മുറിച്ചവർ, വെള്ളത്തിൽ ചാടിയവർ, എങ്ങനെയൊക്കെ ആത്മഹത്യ ചെയ്തിട്ടുണ്ടോ അള്ളാഹു അവർക്ക് പുറത്തു കൊടുക്കട്ടെ. നമുക്ക് ദ്വാരക്കാമെന്നല്ലാതെ ഈ പറയപ്പെട്ട ഈ പുണ്യമായ രാവുകളുടെ മഹത്വം അവർക്ക് കിട്ടുകയില്ല. അള്ളാഹു നമ്മക്കാക്കുമാറാവട്ടെ. 8-ാമത്തേത് നമീമത്ത് പറയുന്നവരാണ്. ഏഷണി പറയുന്നവർ, പരദൂഷണം പറയുന്നവർ, പരസ്പരം കുറ്റവും കുറവും പറഞ്ഞ് നടക്കുന്നവർ, മറ്റുള്ളവരുടെ കുറ്റം അവിടെ ഇവിടെ ഇവിടെന്ന് അവിടെന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറഞ്ഞ് നടക്കുന്നവരെ, നിങ്ങളുടെ ഈ സ്വഭാവം മാറ്റിയില്ല എങ്കിൽ നിങ്ങൾക്ക് ഈ ബറാഅത്ത് രാവിൽ ഒരു പുണ്യവുമില്ല. 9-ാമത്തേത് സിഹർ ചെയ്യുന്നവരാണ്. എത്രയോ ആളുകളുണ്ട് സിഹർ ചെയ്യുന്നവർ, എത്രയോ ആളുകളുണ്ട്. എനിക്കറിയാവുന്ന എത്രയോ ആളുകൾ സിഹറിൻ്റെ ഈ ബാധയേറ്റ് ഭയങ്കര പ്രയാസത്തിലാണ്. എന്തെങ്കിലും ഒരു നിഅമത്തൊക്കെ കിട്ടുമ്പോൾ അതിൽ ഈ അസൂയ മൂത്തിട്ട്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്ഥലത്തുനിന്ന് ഒഴിഞ്ഞു പോവാൻ, ഇതെൻ്റെ വീടാണ്, ഇതെനിക്ക് എൻ്റെ ഉമ്മ തന്ന വീടാണ്, നീ ഒഴിഞ്ഞു പോ, ഇല്ല ഞാൻ പോവില്ല, അപ്പം തന്നെ സിഹർ ചെയ്തേക്കുക. അങ്ങനെ എത്രയുണ്ട്. സഹോദരനെ, അതുപോലെ തന്നെ മക്കൾക്ക് മാതാപിതാക്കൾക്ക് മക്കൾ, മരുമകൾക്ക് അമ്മായിയമ്മ, എത്രയോ സ്ഥലങ്ങളിലാണ് സിഹർ ചെയ്യിപ്പിക്കുന്നവർ, അതിന് കൂട്ടി നിൽക്കുന്നവർ. അവർക്കൊന്നും ഈ പരിശുദ്ധമായ ദിനത്തിൻ്റെ ഒരു നന്മയും കിട്ടില്ല. അവർ കിടന്ന് ഉറങ്ങിക്കോ, ഉറക്കം കിട്ടും. കിടന്നുറങ്ങിയാൽ ഉറക്കം കിട്ടും. അല്ലാതെ ദുആ ചെയ്താൽ, ഈ സ്വഭാവം മാറ്റാതെ ദുആ ചെയ്താൽ ദുആ അല്ലാഹ് സ്വീകരിക്കില്ല. 10-ാമത്തേത് മുബ്തദിആണ്, പുത്തൻവാദികളാണ്.
അള്ളാഹിൻ്റെ റസൂലും സ്വഹാബിമാരും പറഞ്ഞു തന്ന കാര്യം അവരൊന്നും പറഞ്ഞിട്ടില്ല, അവരൊന്നും ചെയ്തിട്ടില്ല, അതുകൊണ്ട് ഇതൊന്നും ചെയ്യണ്ട എന്ന് പറഞ്ഞ് പരിശുദ്ധമായ ദീനിൻ്റെ കാര്യങ്ങളെ തട്ടിക്കളയുന്നവർ, പുറങ്കാലുകൊണ്ട് ചവിട്ടി മതിക്കുന്നവർ, അങ്ങനെയുള്ള ആളുകൾക്കും അള്ളാഹു പുറത്തു കൊടുക്കൂല. 11-ാമത്തേത് മുശ്രിക്ക്, അള്ളാഹുവിന് ശിർക്ക് ചെയ്യുന്ന ആളുകൾ, അള്ളാഹു കാക്കുമാറാവട്ടെ. ഈ 11 വിഭാഗം സ്വഭാവമുള്ളവരെ നിങ്ങളുടെ ഈ സ്വഭാവങ്ങൾ മാറ്റിവെച്ച് അള്ളാഹുലേക്ക് തൗബ ചെയ്താൽ മാത്രമേ പരിശുദ്ധമായ പരിപാവനമായ ബറാഅത്ത് രാവിൻ്റെയും അതുപോലെ ലൈലത്തുൽ ഖദറിൻ്റെയും മഹത്വം കിട്ടുകയുള്ളൂ. ഈ 11 സ്വഭാവത്തിൽ ഏതെങ്കിലും ഒന്നോ 2, 3, 4 ഒക്കെ നമ്മളിലുള്ള ആളുകൾ ഉണ്ടാകും. അള്ളാഹുവേ, ഞങ്ങൾ തൗബ ചെയ്ത് മടങ്ങുന്നു, ഈ സ്വഭാവങ്ങൾ ഞങ്ങൾ മാറ്റിവെക്കുന്നു. അള്ളാഹുവേ, പരിശുദ്ധമായ ശഅബാൻ 15-ന്റെ പുണ്യമായ രാവിലും പകലിലുമുള്ള എല്ലാ ഖൈറാത്തുകളും ഞങ്ങൾക്ക് നീ നൽകണേ അല്ലാ, ഞങ്ങൾക്ക് ബന്ധപ്പെട്ടവർക്ക് നീ നൽകണേ അല്ലാ. അള്ളാഹുവേ, ഞങ്ങളുടെ സ്വഭാവങ്ങളെ നീ നന്നാക്കണേ റഹ്മാനെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അതുകൊണ്ട് എൻ്റെ മുഅ്മിനീങ്ങളോട് പറയാനുള്ളത്, ഇനി വരാനിരിക്കുന്ന റമളാനും അതിനെ പൂർണ്ണമായും സ്വീകരിക്കുവാനും അതിൽ ചെയ്യുന്ന ഇബാദത്തുകൾ അള്ളാഹു സ്വീകരിക്കുവാനും നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മൾ പ്രത്യേകം ജാഗരൂകരാവുക. അള്ളാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.